ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവത മാഹാത്മ്യത്തിലെ 3 അധ്യായങ്ങൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു. 4-ാമത്തെ അധ്യായത്തിൻ്റെ കഥാസാരം നമ്മളൊന്ന് പറയുകയുണ്ടായി കഴിഞ്ഞ സത്സംഗത്തിൽ. അപ്പോൾ ഇന്നു മുതൽ ഇനിയും ഭഗവത മാഹാത്മ്യം 4-ാമത്തെ അധ്യായത്തിൽ ഈ ഒരു സപ്താഹ വേദിയിൽ ഭഗവാന്റെ ലീലകൾ, ആ സപ്താഹവേദിയിൽ ഭഗവാന് എങ്ങനെയാണ് അവിടെ തൻ്റെ സാന്നിധ്യം അറിയിച്ചത്, അങ്ങനെയുള്ള ഭഗവാന്റെ ആ മഹാത്മ്യങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ ഗോകർണൻ്റെ കഥയിലൂടെയാണ് ഈ ഒരു അധ്യായം പോകുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ചതുർത്ഥോധ്യായഃ. സൂത ഉവാച. അഥ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിമലൗകികീം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സലഃ. ഇവിടെ പറയുകയാണ് അഥ വൈഷ്ണവചിത്തേഷു. അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, പിന്നീട്, വൈഷ്ണവചിത്തേഷു, വൈഷ്ണവന്മാരുടെ, വിഷ്ണുഭക്തന്മാരുടെ ചിത്തേഷു, ചിത്തങ്ങളിൽ, ദൃഷ്ട്വാ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, എന്താ, ഭക്തിമലൗകികീം. ഭക്തിമലൗകികീം എന്ന് പറയുമ്പോൾ ഭക്തിം അലൗകികീം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഭക്തിമലൗകികീം. ഭക്തിം എന്ന് പറഞ്ഞാൽ ഭക്തിയെ, എങ്ങനെയുള്ള ഭക്തിയെ എന്നാണെങ്കിൽ അലൗകികീം, ഈ ഒരു ലോകത്തിൽ ലഭിക്കുവാൻ വളരെ പ്രയാസമേറിയതായിട്ടുള്ള ഒരു ഭക്തിയെ, അത്ര സുദൃഢമായ ഒരു ഭക്തിയെ ആ വൈഷ്ണവന്മാരുടെ, വിഷ്ണുഭക്തന്മാരുടെ ചിത്തങ്ങളിൽ കണ്ടിട്ട് നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സലഃ. നിജലോകം, തൻ്റെ ലോകത്തെ, പരിത്യജ്യ അങ്ങോട്ട് വിട്ടിട്ട്, പരിത്യജിച്ചിട്ട്, ഭഗവാൻ ഭക്തവത്സലഃ, ഭഗവാൻ ആ 6 ഗുണങ്ങൾ നിറഞ്ഞവനായിട്ടുള്ള ആ ഭഗവാനാകട്ടെ ഭക്തവത്സലഃ. ഭഗവാൻ എങ്ങനെയുള്ളവനാണെന്ന് ചോദിച്ചാൽ ഭക്തവത്സലനായിട്ടുള്ള ഭഗവാനാണ്. ഭക്തരിൽ അത്യധികം വാത്സല്യമുള്ളവനായിട്ടുള്ള ഭഗവാനാണ്. ഭഗവാൻ തന്നെ നമുക്ക് അജാമിളോപാഖ്യാനത്തിൽ പറയുന്നത് പോലെ ഞാൻ അസ്വതന്ത്രനാണ് എന്ന് പറയുന്നുണ്ട് ആ ദുർവാസാവ് മഹർഷിയോട്. കാരണം എന്താ? ഞാൻ ഭക്തദാസനാണ്. ദാസനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ യജമാനൻ എന്താണോ പറയുന്നത് അത് കേൾക്കുക മാത്രമാണ്, അതനുസരിക്കുക മാത്രമാണ് ദാസൻ്റെ ഉത്തരവാദിത്വം, ദാസന് ചെയ്യാൻ കഴിയുന്ന. ഇവിടെ ഭക്തനാണ് തീരുമാനിക്കുന്നത്. ഭക്തനാണ് എൻ്റെ മേലധികാരി, എൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആ ഭക്തൻ്റെ ആ ഭഗവാന്റെ ഭക്തവാത്സല്യം ഏത് വാക്കുകളിലൂടെയാണ് പറഞ്ഞറിയിക്കാൻ കഴിയുക? അങ്ങനെയുള്ള ഭക്തവത്സലനായ ഭഗവാൻ തൻ്റെ ഭക്തന്മാരുടെ ഉള്ളിലെ, അതും ഈ ലോകത്തിൽ പ്രാപിക്കുവാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള, പ്രയാസമുള്ളതായിട്ടുള്ള ആ സുദൃഢമായ ഭക്തിയെ കണ്ടിട്ട് ഇവിടെ നൈമിഷാരണ്യത്തിൽ വന്നിരിക്കുന്നവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ആരാണിപ്പോൾ? ഭഗവാൻ അങ്ങനെ കുടിയിരിക്കുകയാണ്. കാരണം ഭക്തിദേവിയുടെ സാന്നിധ്യം, നിറഞ്ഞ ആ ഒരു സാന്നിധ്യം ഭക്തിദേവി ഓരോ വൈഷ്ണവ ചിത്തങ്ങളിലും കുടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ടുള്ള ഭക്തി എവിടെയാണോ ഇരിക്കുന്നത്, ആ ഭക്തി ഇരിക്കുന്നിടത്ത് ഭഗവാനും കുടികൊള്ളുന്നു. തന്നെയല്ല, ആ ഭക്തി എന്താ ചെയ്യുന്ന? ഭക്തന്മാരെ നേരെ ഭഗവാനിങ്കിലേക്ക് എത്തിക്കുന്നു, അവരുടെ ചിത്തത്തിൽ ഭഗവാനെ കുടിയിരുത്തുന്നു എന്ന് പറഞ്ഞിരുന്നു നമ്മൾ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ ഭക്തന്മാരിൽ അത്യധികം വാത്സല്യമേറുന്നതായ ഭഗവാൻ, നമ്മളുമൊക്കെ എവിടെയാണോ ഇരിക്കുന്നത് അതിനോട് നമുക്കൊരു മമത കൂടുതലായിരിക്കും, അല്ലേ? അത് ഏത് സ്ഥലമായിക്കോട്ടെ, വീടായിക്കോട്ടെ, എന്തും, അത് തൊഴിലായാലും, നമ്മൾ എവിടെയാണോ ഇഷ്ടത്തോടെ ഇരിക്കുന്നത് അവിടെ അതിനോട് നമുക്കൊരു മമതാബന്ധം കൂടുന്നത് പോലെ ഇവിടെ വൈഷ്ണവ ഹൃദയങ്ങളിൽ ഭക്തിദേവിയാൽ
ഉപാസിതനായി ഭഗവാൻ കുടികൊള്ളുന്നത് കൊണ്ട് തന്നെ ആ ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ ഉറച്ച ഒരു വിശ്വാസം, ഒരു ഭക്തി ഭഗവാനിങ്കൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഭക്തവത്സലനായ ഭഗവാൻ തൻ്റെ സ്വധാമം പോലും അങ്ങോട്ട് വിട്ടു. ആ വൈകുണ്ഠമൊക്കെ അങ്ങോട്ട് പരിത്യജിച്ചിട്ട്, ബാക്കി നമ്മൾ അടുത്ത ശ്ലോകത്തിലാണ് വരുന്നത്. എന്താണ് ഇവിടെ പറയുന്നതെന്ന് ഇനി നമുക്ക് നോക്കാം. വനമാലി ഘനശ്യാമ പീതവാസ മനോഹര കാഞ്ചി കലാപരുചിരോ ലസൻ മുകുടകുണ്ടലഹ. ഇനി ആ ഭഗവാനെക്കുറിച്ചുള്ള വർണ്ണനയാണ്. എന്താ? വനമാലി, വനമാലയെ ധരിച്ചവനാണ്. നമുക്കറിയാം പലതരത്തിലുള്ള പുഷ്പങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഈ വനമാല എന്ന് പറയുന്ന. അങ്ങനെയുള്ള ആ വനമാല ധരിച്ചിരിക്കുന്നവനായ ഘനശ്യാമഹ എന്ന് പറഞ്ഞാൽ, ഘനം എന്ന് പറഞ്ഞാൽ ആ മേഘങ്ങളുടെ നിറത്തോടു കൂടിയ ശ്യാമളനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള ആ ഭഗവാൻ ധരിച്ചിരിക്കുന്നതാകട്ടെ പീതവാസ, മഞ്ഞപ്പട്ടു ഉടുത്തവനായിട്ടുള്ള ആ ഭഗവാൻ മനോഹര. എത്ര വാക്കുകൾ പറഞ്ഞിട്ടും വ്യാസഭഗവാനും മതിയാവുന്നില്ലയോ ആവോ ഭഗവാനെ അവിടുത്തെ വർണ്ണിച്ചിട്ട്. ഒന്നുകൂടി എടുത്തു പറഞ്ഞു, മനോഹരാഹ, സുന്ദര രൂപത്തോടു കൂടിയവനായ ഭഗവാനെ, മനോഹരനായിട്ടുള്ള ഭഗവാനെ. പിന്നെയോ കാഞ്ചി കലാപരുചിരോല്ലസദ് മുകുടകുണ്ടലഹ. കാഞ്ചി കലാപരുചിരഹ. ഇവിടെ കാഞ്ചി കലാപരുചിരോല്ലസൻ മകരകുണ്ടലഹ. അവിടെ കാഞ്ചി കലാപരുചിരഹ ഉല്ലസൻ മുകുടകുണ്ടലഹ. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നുണ്ട്. കാഞ്ചി കലാപരുചിരഹ എന്ന് പറഞ്ഞാൽ, കാഞ്ചി എന്നാൽ അരഞ്ഞാണം. ആ അരഞ്ഞാണമാകുന്ന ആ ആഭരണത്തിൽ കലാപരുചിരഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ആഭരണത്തിൽ, ആ അരഞ്ഞാണത്തിലെ മുത്തുമണികൾ തമ്മിൽ ഒരു കിന്നാരം പറയുന്നുണ്ട്. അതിൻ്റെ ആ മണി, ആ നാദം, ആ അരഞ്ഞാണത്തിൻ്റെ ആ ഒരു ശോഭ, അത് ആ അരക്കെട്ടിനെ ഒന്നുകൂടി സുന്ദരമാക്കി മാറ്റുന്നുണ്ട്. പിന്നെയോ ഉല്ലസൻ മുകുടകുണ്ടലഹ, ഉല്ലസൻ ശോഭിക്കുന്ന, പ്രകാശിക്കുന്ന മുകുടകുണ്ടലഹ, കിരീടകുണ്ടലങ്ങളോട് കൂടിയവനായിട്ടുള്ള ആ മകരകുണ്ടലങ്ങളും ശിരസിൽ ആഭരണമായി വർത്തിക്കുന്ന ആ കിരീടവും ഭഗവാനെ അവിടുത്തെ എത്രയാ വർണ്ണിക്കുന്നത്. സുന്ദരനാണ് എന്ന് പറഞ്ഞു. ഇനി അംഗോപാംഗം അങ്ങോട്ട് വർണ്ണിക്കുകയാണ്. വനമാല ധരിച്ചിരിക്കുന്നു. നിറമാകട്ടെ ആ കാർമേഘത്തിൻ്റെ നിറത്തോടുകൂടി ശോഭിക്കുന്നവനാണെന്നാണ് പറഞ്ഞത്. കറുപ്പിൻ്റെ ഭഗവാന്റെ നിറത്തിൻ്റെ അഴക്, അതിനെ വർണ്ണിക്കാൻ അങ്ങോട്ട് വാക്കുകൾക്ക് ശക്തി പോരാത്തത് കൊണ്ട് ആ കാർമേഘത്തിൻ്റെ വർണ്ണത്തോടുകൂടി ശോഭിക്കുന്നവനെന്ന് എടുത്തു പറഞ്ഞു. ആ ശോഭയെ വർണ്ണിക്കാൻ വാക്കുകൾ പോരാ. ഇവിടെ ഒന്നുകൂടി അടുത്ത പറയുകയാണ്, മഞ്ഞപ്പട്ട് ഉടുത്തിരിക്കുന്നു. ആ മഞ്ഞപ്പട്ടിൽ, ആ അരക്കെട്ടിന് അലങ്കാരമായി ധരിച്ചിരിക്കുന്ന അരഞ്ഞാണത്തിലെ മുത്തുമണികൾ പരസ്പരം പോലും ഭഗവാനെ അവിടുത്തെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ആ കിന്നാരം പറച്ചിലാണോ എന്ന് തോന്നുന്നു. കഴിഞ്ഞില്ല, ആ അരക്കെട്ടിന് അതുകൊണ്ട് ഒന്നുകൂടി ഭംഗിയേറ്റുന്നു. പിന്നെയോ കാഞ്ചി രുചിര ഉല്ലസൻ മുകുടകുണ്ടല. കാതുകളിലെ ആ മകരകുണ്ടലങ്ങൾ, അതിൻ്റെ ശോഭ, തലയിലേറ്റിയിരിക്കുന്ന കിരീടത്തിൻ്റെ ശോഭ, ആ കിരീടത്തിൽ നിന്നുള്ള രത്നങ്ങളിലെ ശോഭ, ഭഗവാനെ അവിടുത്തെ ആ വാർമുകിൽ കെട്ടിന് ഒരു തിളക്കമേറ്റുന്നു എന്ന് തോന്നുന്നു. മകരകുണ്ടലങ്ങളിലെ ആ രത്നങ്ങളുടെ ശോഭ കവിളുകൾ കരുണിമ ചാർത്തുന്നുണ്ടോ എന്ന് സന്ദേഹം തോന്നും വിധത്തിൽ അത്രമാത്രം ഭഗവാനെ അവിടുത്തെ ശോഭിപ്പിക്കുന്നു. പിന്നെയോ അടുത്തത് കഴിഞ്ഞില്ല, അടുത്ത മൂന്നാമത്തെ ശ്ലോകം പറയാ. ത്രിഭംഗ ലളിത ചാരു കൗസ്തുഭേന വിരാജിത കോടി മന്മഥലാവണ്യോ ഹരിചന്ദന ചർച്ചിത. ത്രിഭംഗ ലളിത ചാരു കൗസ്തുഭേന പറയാണ്. ഇവിടെ രണ്ട് വാക്കുകളുണ്ട്. ത്രിഭംഗ ലളിത ചാരു കൗസ്തുഭേന, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ത്രിഭംഗ ലളിത ചാരു കൗസ്തുഭേന. ത്രിഭംഗ ലളിത,
എന്ന് പറഞ്ഞാൽ ത്രിഭംഗലളിത എന്ന് പറഞ്ഞാൽ 3 മടക്കുകളാൽ സുന്ദരനായിട്ടുള്ള ആ അരക്കെട്ടിൻ്റെ വർണ്ണന ഇനിയും കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു 3 മടക്കുകൾ ഇടയ്ക്കായിട്ട് വരുന്നുണ്ട്. പിന്നെയോ ചാരു കൗസ്തുഭേന, ചാരു എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള കൗസ്തുഭത്താൽ, ആ കൗസ്തുഭരത്നം അങ്ങനെ ശോഭിക്കുന്നു, കൗസ്തുഭമണിയുടെ ശോഭ. പിന്നെയോ വിരാജിത. അപ്പോൾ ഇതെല്ലാം ഈ 3 മടക്കുകൾ ഉടലിൽ കാണുന്നു. പിന്നെയോ കൗസ്തുഭരത്നത്തിൻ്റെ, കൗസ്തുഭമണിയുടെ കാന്തിയാൽ വിരാജിത, വിരാജിക്കുന്നവനുമായിട്ടുള്ള, ശോഭിക്കുന്നവനുമായിട്ടുള്ള കോടി മന്മഥലാവണ്യോ ഹരിചന്ദന ചർച്ചിത. കോടി മന്മഥലാവണ്യ, കോടി മന്മഥനെ പോലെ ലാവണ്യം തുളുമ്പുന്ന, സൗന്ദര്യത്തോടു കൂടിയവനായിട്ടുള്ള ഒരു മന്മഥൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സൗന്ദര്യം, അഥവാ നമുക്ക് ആ സൗന്ദര്യം കൊണ്ട് മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുന്നവനാണ് മന്മഥനെങ്കിൽ, അങ്ങനെയുള്ള കോടി മന്മഥന്മാർ ചേരുന്ന സൗന്ദര്യത്താൽ പരിപൂർണിതമായിട്ടുള്ള രൂപത്തോടു കൂടിയവൻ. പിന്നെയോ ഹരിചന്ദന ചർച്ചിത, ഹരിചന്ദനം കൊണ്ട് ലേപനം ചെയ്തിരിക്കുന്നവനായിട്ടുള്ള, ചർച്ചിത അതുകൊണ്ട് അങ്ങോട്ട് ലേപനം ചെയ്തിരിക്കുന്നവനായിട്ടുള്ള ആ സ്വരൂപം. പിന്നെയോ പരമാനന്ദ ചിന്മൂർത്തിർ മധുരോ മുരളീധര ആവിവേശ സ്വഭക്താനാം ഹൃദയാന്യമലാനി ച. പരമാനന്ദ ചിന്മൂർത്തിർ മധുരോ, കഴിഞ്ഞില്ല ഭഗവാന്റെ വർണ്ണന. ഇങ്ങനെയുള്ള ബാഹ്യമായ ആ ഭംഗിയൊക്കെ വർണ്ണിച്ചിട്ട് പറയുകയാണ് ഭഗവാൻ എന്താണ്. ഈ രൂപങ്ങളിലൊക്കെയുള്ള ഭഗവാൻ പരമാനന്ദ ചിന്മൂർത്തി, പരമാനന്ദമാകുന്ന ആ ചൈതന്യമാകുന്ന സ്വരൂപത്തോടു കൂടിയവനാണ്. പരമാനന്ദ ചിന്മൂർത്തി, നമ്മുടെ ചിത്തിനെ രമിപ്പിക്കുന്ന പരമാനന്ദ എന്ന മൂർത്തിഭാവത്തെ കൈക്കൊണ്ടവനായിട്ടുള്ള അല്ലയോ ഭഗവാനെ. മധുരോ മുരളീധര, മധുര ആനന്ദപ്രദനാണ്, മധുരത്തെ നമുക്ക് വിളമ്പുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ മധുരത്തെ വിളമ്പുന്ന, ഹൃദയത്തിൻ്റെ മധുരമാണ് ആനന്ദം എന്ന് പറയുന്നത്. അത് നമുക്ക് ബാഹ്യമായിട്ട് നുണയാനൊക്കില്ല, അതുള്ളുകൊണ്ട് അനുഭവിച്ചറിയുന്ന മധുരമാണ് ആനന്ദം. അങ്ങനെ മധുരത്തെ പ്രദാനം ചെയ്യുന്ന ആനന്ദസ്വരൂപനായിട്ടുള്ള മുരളീധര, മുരളി ധരിച്ചിരിക്കുന്നവനായിട്ടുള്ള അല്ലയോ ഭഗവാനെ പറയുകയാണ്. പിന്നെ ആവിവേശ സ്വഭക്താനാം ഹൃദയാന്യമലാനി ച. ആവിവേശ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കുടിയിരുന്നു, ആവേശിച്ചു. സ്വഭക്താനാം തൻ്റെ ഭക്തന്മാരുടെ ഹൃദയാന്യമലാനി ച. ഹൃദയാനി അമലാനി ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഹൃദയാന്യമലാനി ച. ഹൃദയാനി ഹൃദയങ്ങളിൽ, എങ്ങനെയുള്ള ഹൃദയങ്ങളിലാണ് ഭക്തരുടെ, ആ ഭക്തന്മാരുടെ ഹൃദയം എങ്ങനെയാണ്? അമലാനി കളങ്കമില്ലാത്തതാണ്, നിർമ്മലമായിട്ടുള്ളതാണ്, നിഷ്കളങ്കമായിട്ടുള്ളതാണ്. ഇവിടെ കളങ്കം വരുന്നത് ബാഹ്യമായ ചിന്തകൾ കൂടി അതിനോടൊപ്പം ചേരുമ്പോഴാണ്. ഇവിടെ ബാഹ്യമായ എല്ലാത്തിനെയും മറന്നിരിക്കുന്നു ഭക്തർ. ഭഗവാനെങ്കിൽ മാത്രം മനസ്സിനെ ചേർത്ത് വെക്കുമ്പോൾ ഹൃദയം നിഷ്കളങ്കമാകുന്നു, നിർമ്മലമാകുന്നു. അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഈ നിഷ്കളങ്കമായിട്ടുള്ള ചിത്തങ്ങളിൽ ഭഗവാനെ അവിടുന്ന് വന്ന് കുടിയിരുന്നു. എന്തിന്? ഭാഗവത മാഹാത്മ്യം കേൾക്കാൻ, ഭാഗവത കഥകൾ കേൾക്കാൻ. എവിടെ? തൻ്റെ ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ ഇരുന്നു കൊണ്ട് അതിനെ കേൾക്കുവാൻ, അതിനെ രുചിക്കുവാൻ, അതിനെ ആസ്വദിക്കുവാൻ, അതിൻ്റെ മധുരത്തെ, അതിൻ്റെ രസത്തെ നുണഞ്ഞിറക്കുവാൻ ഭഗവാൻ വന്നിരുന്നത് തൻ്റെ ആ നൈമിഷാരണ്യത്തിൽ കൂടിയിരുന്ന തൻ്റെ ഭക്തന്മാരുടെ നിഷ്കളങ്കമായ നിർമ്മലമായ ഹൃദയങ്ങളിൽ ആണ്. അവിടെയാണ് ഭഗവാനെ അവിടുന്ന് ഏറ്റവും രസകരമായി, ഏറ്റവും ആസ്വദിച്ച് തൻ്റെ ലീലകളെ ഭഗവാൻ കേൾക്കുന്നത്. വൈകുണ്ഠത്തിലിരുന്ന് കേട്ടാൽ പോലും ഭഗവാനെ അവിടത്തേക്ക് ഇത്രയും രുചി അതിനോട് തോന്നില്ലയോ ആവോ, സ്വാദ് പോരാ എന്ന് തോന്നിയിട്ടാണോ ആവോ? നമുക്ക് ഭാഗവതത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാദു പദേ പദേ, ഓരോ പദത്തിലും അതിൻ്റെ ആ മധുരം, അതിൻ്റെ ആ സ്വാദ് നിറഞ്ഞിരിക്കുന്നു. അത് കേൾക്കണമെങ്കിൽ
തൻ്റെ ഭക്തന്മാരുടെ ഹൃദയങ്ങളാണ്, നിഷ്കളങ്കമായ ഹൃദയങ്ങളാണ് ഏറ്റവും ഉത്തമമായ തനിക്കുള്ള വാസസ്ഥാനമെന്ന് തോന്നിയിട്ടോ എന്നറിയില്ല ഭഗവാനെ. അവിടുന്ന് ആ ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ വന്ന് കുടിയിരുന്നു. ആ ഭാഗവത മഹാത്മ്യത്തെ, ഭഗവത് കഥകളെ കേൾക്കുന്നതിനായിട്ട്. കാരണം നമുക്കും ഏറ്റവും രുചിയുള്ള ഭക്ഷണം മുന്നിൽ കൊണ്ട് തന്നാലും അത് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ നമുക്കതിനനുയോജ്യമായ ഒരു ഇരിപ്പിടവും കൂടി കിട്ടണമല്ലേ. നമ്മൾ ശത്രുവിനെ മുൻപിൽ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എത്ര രുചികരമായിട്ടുള്ള ഭക്ഷണമായാലും നമുക്കത് ആസ്വദിച്ച് കഴിക്കുവാൻ കഴിയില്ല. മറിച്ച് ശാന്തമായ സന്തോഷമായ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് നമുക്കിഷ്ടപ്പെട്ടതായ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് 10,000 മടങ്ങ് വർദ്ധിക്കുന്നതുപോലെ, അനുഭവത്തിൽ വരുന്നതുപോലെ ഭഗവാനെ അവിടുത്തെ കഥകൾ കേൾക്കുവാൻ ഈ ഭഗവത് ഭക്തന്മാർ വന്നിരുന്നതാകട്ടെ ഭാഗവതോത്തമന്മാരുടെ, ഭഗവത് ദാസന്മാരുടെ, സനൽകുമാരാദി മഹർഷിമാരെ പോലെയുള്ള ഉത്തമ പുരുഷന്മാരുടെ, സുഹൃത്തുക്കളുടെ നടുവിൽ വന്നിരുന്ന ആ ഭക്തന്മാരുടെ ഹൃദയം ഇപ്പോൾ ഭഗവാനിങ്കലോ അങ്ങോട്ട് ഇഴുകിച്ചേർന്നിരിക്കുന്നു. അവർ സർവ്വതും മറന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ ഭാഗവത കഥയെ ഒരു പക്ഷേ തനിക്ക് ആസ്വദിക്കുക മാത്രമല്ല, തൻ്റെ ഇരിപ്പിടം, താൻ എവിടെയാണോ ഇരിക്കുന്നത് ആ ഹൃദയത്തിൽ ആ ഭാഗവത കഥ നന്നായി ശോഭിച്ചോട്ടെ എന്ന് ഭക്തവത്സലനായ ഭഗവാന് ഭക്തന്മാരോട് തോന്നിയ ഒരു അനുകമ്പ കൊണ്ടോ എന്നറിയില്ല, ഭഗവാൻ വന്ന ആ ഹൃദയങ്ങളിൽ വന്ന് കുടിയിരുന്നു. അല്ലയോ ഭഗവാനെ, അവിടുത്തെ ലീല, അവിടുത്തെ കാരുണ്യം, അവിടുന്ന് എങ്ങനെയൊക്കെയാണ് തൻ്റെ ഭക്തരിൽ കൃപ ചൊരിയുന്നതെന്ന് പറയുക വയ്യ. അവിടുത്തെ ആ മഹാ കാരുണ്യം കൊണ്ട്, ആ അനുഗ്രഹം കൊണ്ട്, അവിടുത്തെ ആ ഒരു ഭക്തവാത്സല്യം കൊണ്ട് ആ ഭക്തഹൃദയങ്ങളിൽ അവിടുന്ന് വന്ന് ഇരിപ്പിടമുറപ്പിച്ചു, വാസസ്ഥാനമുറപ്പിച്ചു. ഭഗവാനെ അവിടെ തൻ്റെ ധാമത്തെ പോലും ത്യജിച്ചിട്ടാണ് ഭഗവാൻ അവിടെ വന്നിരുന്നത് എന്ന് പറയുമ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ ഭക്തന്മാരാണെന്ന് ഭഗവാൻ ഇവിടെ വ്യാസഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ആ ഒരു ലീലാവിലാസം, ഭക്തന്മാരോടുള്ള ഭഗവാന്റെ ഒരു അനുകമ്പ, ആ കൃപാകടാക്ഷം, ഭഗവാൻ തൻ്റെ ഭക്തരെ കൈവിടില്ല എന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് അവിടെ കാണിച്ചു തരികയാണ്. കാരണം ഇതുപോലെ ഒരു സത്സംഗത്തിൽ വന്നിരിക്കുമ്പോൾ മനസ്സ് ഭഗവാനിങ്കലേക്ക് സുഹൃത്തുക്കളോടൊപ്പം ചേരുമ്പോൾ നമ്മളുമൊക്കെ ആ വാസന നമ്മുടെ ഉള്ളിൽ ഒന്നുകൂടി, നമുക്ക് ആ വാസന ഉള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതിനോടൊരു താല്പര്യമുള്ളത് കൊണ്ടാണ് ഒരു സത്സംഗത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത്. അവിടെ വന്നിരുന്ന് കഴിയുമ്പോൾ അതിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ ചുറ്റിനുമുള്ളവരിലും ആ വാസന ദൃഢമാവണം. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളോടൊപ്പം കൂടിയിരിക്കുന്ന ഒരു ഭക്തൻ്റെ മനസ്സ് ഭഗവാനിങ്കലേക്ക്, ഭഗവത് പാദങ്ങളിൽ ദൃഢമായി തന്നെ അങ്ങോട്ട് ചേർന്ന് നിൽക്കും. അങ്ങനെയുള്ള ആ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭഗവാനെ അവിടുന്ന് അത്യന്തം ശോഭയോടുകൂടി തൻ്റെ വാസസ്ഥാനത്തെ പോലും വിട്ടിട്ട് വന്ന് കുടിയിരിക്കുവാനുള്ള മഹാകാരുണ്യം അവിടുന്ന് കാണിക്കുന്നുവല്ലോ ഭഗവാനെ. അങ്ങനെയുള്ള ഭക്തന്മാരെയാണ് ഭഗവാന് ഏറ്റവും പ്രിയമായിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ സാധാരണ ഒരു സത്സംഗത്തിൽ അല്ലാതെയാണെങ്കിൽ പോലും നമുക്കൊക്കെ ഭഗവാന്റെ വിചാരം വന്നാലും മറ്റു പലതരത്തിലുള്ള വിചാരങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അതൊക്കെയാണ് പലപ്പോഴും കളങ്കിതമായിട്ടുള്ള, നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഉള്ളിലേക്കെടുക്കുന്ന ഈ വിഷയങ്ങൾ തന്നെയാണ്, വിഷയരസങ്ങൾ തന്നെയാണ്. അതിൽ നിന്നൊക്കെ മനസ്സ് താനേ വിട്ടുപോകുന്നത് ഇത്തരം സത്സംഗങ്ങളിൽ എത്തിപ്പെടുമ്പോഴാണ്. സത്സംഗങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ നടുവിലിരിക്കുന്ന നമ്മുടെ മനസ്സ് കളങ്കിതമല്ലാതെയായി മാറും. കാരണം അവിടെ നമ്മുടെ എല്ലാ ദോഷങ്ങളും, ഈ ഷഡ്ദോഷങ്ങളൊക്കെയും മാറിപ്പോകുന്നു അല്ലേ. മതം, മാത്സര്യം, അസൂയ, സ്പർദ്ധ, കാമക്രോധ, ലോഭമോഹാദികളൊന്നും തന്നെ ഇല്ലാതെയായി കഴിയുമ്പോൾ നമുക്ക് മനസ്സ് പൂർണ്ണമായും ഭഗവാനെങ്കിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നു. എല്ലാ കളങ്കങ്ങളും ഇല്ലാതെ നിർമ്മലമായി തീരുന്ന ആ മനസ്സിൽ
ഭഗവാൻ വന്നങ്ങനെ കുടിയിരിക്കും. നമുക്കറിയാം, ഒരു സത്സംഗത്തിൽ നമ്മൾ മതിമറന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം ആനന്ദമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന്. നമുക്ക് അല്ലാത്തപ്പോൾ നമ്മുടെ ബാഹ്യ നിത്യജീവിതത്തിലെ നമ്മുടെ നിത്യവൃത്തികളുമായി നമ്മൾ ചേർന്ന് പോകുമ്പോൾ നമുക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട് നമ്മൾ എത്രമാത്രം ഭാരമേറിയതാണ്, മനസ്സിനൊരു ഭാരം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഒരു സത്സംഗത്തിൽ പോയിരുന്ന അതിനോട് ഇഴുകി ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ പോലും അലിഞ്ഞില്ലാതെയാകുന്നു. അഥവാ നമ്മളൊരു വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് മാറുന്ന നമുക്ക് കാണാം. നമുക്ക് തീരെ ഭാരമില്ല. കാരണം ഈ ഭാരം നൽകുന്നത് അത്രയും ചിത്തത്തിന് ഈ ബാഹ്യമായ വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ നിന്നൊരു ഡിറ്റാച്ച്മെൻറ്റ്, നമ്മൾ അതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയും. നമ്മളിൽ നിന്ന് അത് വിട്ടുപോവുകയാണ്. വിട്ടു നിൽക്കണമെന്ന് വിചാരിച്ചാലും അത് വിട്ടുപോവില്ല. കാരണം അത് കൂടുതൽ പ്രബലമാകും, വിഷയരസങ്ങളൊക്കെയും. പക്ഷേ എപ്പോൾ ഭഗവാനിങ്കിലേക്ക് നമ്മൾ ചേരുന്നുവോ, അതിനോട് നമ്മൾ ഇഴുകാൻ തയ്യാറാകുന്നുവോ, ഒരു സത്സംഗത്തിൽ എത്തിപ്പെട്ടാലും മനസ്സിനെ അവിടേക്ക് ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞാൽ ഈ ബാഹ്യ വിഷയങ്ങൾ ഒന്നൊന്നായി നമ്മളിൽ നിന്നും വിട്ടുപോയിക്കൊണ്ടിരിക്കും. അവിടെ ആ നിർമ്മലമായ മനസ്സിൽ ഭഗവാൻ വന്ന് കുടിയിരിക്കുന്നത് കൊണ്ടാണ് അവിടെ നമുക്ക് ആ പരമമായ ആനന്ദത്തെ, ഭഗവത് സ്വരൂപത്തെ തന്നെയാണ് നമ്മൾ അവിടെ അനുഭവിക്കുന്നത്. കാരണം ഭഗവാൻ നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കുമ്പോൾ ആ ഭഗവാന്റെ സ്വരൂപം എന്താണോ, പരമാനന്ദ സ്വരൂപനാണ് ഭഗവാൻ, അല്ലേ? ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ആ ചിത്തത്തിലിരുന്ന് നമ്മളെ ആനന്ദിപ്പിക്കുന്നത് കൊണ്ടാണ്, രസിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ആനന്ദത്തെ അനുഭവിച്ചറിയാൻ കഴിയുന്നത്. കാരണം ഭഗവാന്റെ സ്വരൂപം തന്നെ അതാണ്. നമ്മളൊരു തീയിൽ കൈ തൊട്ടാൽ കൈ പൊള്ളുന്നത് തീയുടെ ഗുണം എന്താണോ അതിനോട് സംഗത്തിൽ വരുമ്പോൾ നമ്മുടെ വിരലിൽ അതിൻ്റെ ഗുണം അനുഭവതലത്തിൽ വരുന്നത് കൊണ്ടാണ്, അല്ലേ? ഇതുപോലെ ഭഗവാനോട് മനസ്സിനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഭഗവാന്റെ സ്വരൂപം എന്താണോ അത് നമുക്ക് അനുഭവതലത്തിൽ വരുന്നു. നമ്മൾ അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നു. തീയുടെ ഗുണമായിട്ടുള്ള ചൂടിനോട് അതുമായി സംഗത്തിൽ വരുമ്പോൾ നമ്മൾ അതിനോട് ആ ഗുണത്തോട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ അത് അനുഭവതലത്തിൽ വരുന്നത് പോലെ ഭഗവാനെ അവിടുന്ന് ഭക്തഹൃദയങ്ങളിൽ കുടിയിരിക്കുമ്പോൾ അവിടുത്തെ ഗുണമായിട്ടുള്ള, നിർഗുണനായിരുന്നാൽ പോലും അവിടുത്തെ അറിയുന്നത്, അനുഭവിക്കുന്നത് ഭക്തന് അവിടുത്തെ ആ സ്വരൂപമായിട്ടുള്ള, ഗുണമായിട്ടുള്ള ആനന്ദത്തിലൂടെയാണ്. അത് ഓരോ ഭക്തനും ഭഗവാനെ അവിടുത്തെ കൃപ കൊണ്ട് അനുഭവവേദ്യമായി മാറുന്നു. അവിടുത്തെ കഥകൾ കേൾക്കുമ്പോൾ, അവിടുത്തെ ചരിതങ്ങൾ കേൾക്കുമ്പോൾ, അവിടുത്തെ മഹാത്മ്യം കേൾക്കുമ്പോൾ ഭഗവാനെ, അതും ഇവിടെ പറയുകയാണ്, ഭക്തവത്സലനായതുകൊണ്ടാണ് ഭഗവാന്, ഭക്തനിലുള്ള വാത്സല്യം കൊണ്ടാണ് ഭക്തന്മാർക്ക്, വൈഷ്ണവർക്ക് ആ ഒരു അനുഭവം ലഭിക്കുമാറാകുന്നത്. അത്തരം സുഹൃതികളോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നതും ഭഗവാനെ ഭക്തവത്സലനായ അവിടുത്തെ കാരുണ്യം കൊണ്ടാണ്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ 4 ശ്ലോകങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ചിട്ട് ഓരോ ശ്ലോകത്തിലും വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. 5ാമത്തെ ശ്ലോകത്തിലേക്ക് പോയാൽ നമുക്കിപ്പോൾ തന്നെ സമയം ഏറെയാവുന്നുണ്ട്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. നമുക്ക് 4 ശ്ലോകങ്ങൾ ആദ്യം പാരായണം ചെയ്യാം. അഥ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിമലൗകികീം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സലഃ വനമാലീ ഘനശ്യാമഃ പീതവാസാ മനോഹരഃ കാഞ്ചീകലാപരുചിരോല്ലസന്മുകുടകുണ്ടലഃ കാഞ്ചീകലാപരുചിരോല്ലസന്മുകുടകുണ്ടലഃ ത്രിഭംഗലളിതശ്ചാരു കൗസ്തുഭേന വിരാജിതഃ കോടിമന്മഥലാവണ്യോ ഹരിചന്ദനചർച്ചിതഃ പരമാനന്ദചിന്മൂർത്തിർമധുരോ മുരളീധരഃ ആവിവേശസ്വഭക്താനാം ഹൃദയാന്യമലാനി ച. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ ശ്ലോകത്തിൽ ഭക്തിമലൗകികീം, അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക, അലൗകികീമാണ്. പിന്നെ അടുത്തത് ഭക്തവത്സലഃ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. 2ാമത്തെ ശ്ലോകത്തിൽ വരുമ്പോൾ ഘനശ്യാമഃ, അവിടെ വിസർഗമുണ്ട്, മനോഹരഃ,
അവിടെയും വിസർഗമുണ്ട്. പിന്നെ അടുത്തത് കാഞ്ചി കലാപരുചിരോല്ലസന്മുകുടകുണ്ടല. ഇവിടെ ചില ഗ്രന്ഥങ്ങളിൽ കാഞ്ചി കലാപരുചിരോല്ലസന്മുകുടകുണ്ടല ഇങ്ങനെ ചേർത്തായിരിക്കും വന്നിരിക്കുന്നത്. അവിടെ ല കൂട്ടക്ഷരമായിരിക്കും ലസൻ മുകുടകുണ്ടല എന്ന് പറയുന്നിടത്ത്. അപ്പോൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ചേർത്ത് തന്നെ വായിക്കുക. ചില ഗ്രന്ഥങ്ങളിൽ കാഞ്ചി കലാപരുചിരോ ലസൻ മുകുടകുണ്ടല അത് പിരിച്ചായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവരവരുടെ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണോ അങ്ങനെ വായിക്കുക. അവിടെയും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക. ലസൻ മുകുടകുണ്ടല എന്ന് നിർത്തുക. പിന്നെ അടുത്ത ത്രിഭംഗ ലളിതശ്ചാരു കൗസ്തുഭേന അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അതുപോലെ വിരാജിത, മൂന്നാമത്തെ ശ്ലോകത്തിൽ വിരാജിത ഹരിചന്ദന ചർച്ചിത, അവിടെ രണ്ടിടത്തും വിസർഗമുണ്ട്, ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ ഇനി നാലാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ പരമാനന്ദ ചിന്മൂർത്തിർമധുരോ, അവിടെ കഴിയുന്നതും അത് ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ വായിക്കുമ്പോൾ മധുരോ എന്നുള്ളതിൻ്റെ കൂട്ടക്ഷരമാണ്. അത് കുറച്ച് കട്ടിയിൽ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത മുരളീധര, അവിടെ വിസർഗമുണ്ട്, അത് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നെ അടുത്തത് ഹൃദയാന്യമലാനിച, ഹൃദയാന്യമലാനി ന്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഹൃദയാനി അമലാനിയാണ്, അത് ഒന്ന് ശ്രദ്ധിക്കുക അവിടെയും വായിക്കുമ്പോൾ. ഹൃദയാന്യമലാനി. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ 4 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ ബാഹ്യ സ്വരൂപത്തെ വർണ്ണിച്ചു. പീതവസ്ത്രം ധരിച്ചവനായിട്ടുള്ള ആ ഭഗവാൻ, അതും എങ്ങനെയാണ്? ഓടക്കുഴലൂതുന്ന ഭഗവാനായിട്ടാണ്, അല്ലേ? മുരളീധരനായിട്ടാണ് ഭഗവാൻ ഹൃദയങ്ങളിൽ കുടിയിരിക്കാൻ എത്തുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു രംഗത്തിന് തുല്യമായ ഒരു ഭാഗം നമുക്ക് നാരായണീയത്തിലും കാണാം. 100ാമത്തെ ദശകം എഴുതുമ്പോൾ ഭഗവാനെ എങ്ങനെയാണ് എഴുതേണ്ടതെന്നറിയാതെ ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ കേണപേക്ഷിച്ച ആ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് ആ കൂപ്പുകൈകളോട് കൂടി നിന്ന തൻ്റെ ഭക്തന് വേണ്ടി ഭഗവാൻ ആ ഭക്തൻ്റെ മുൻപിൽ കാണിച്ചു കൊടുത്ത സ്വരൂപവും നമുക്കറിയാം. മുരളീധരനായിട്ടുള്ള ഭഗവാനാണ്. അതും ഈ ലാവണ്യത്തോടു കൂടിയ വളരെ യൗവനാവസ്ഥയിലുള്ള ആ സ്വരൂപമായിരുന്നു കാണിച്ചു കൊടുത്തത്. നോക്കൂ, ഭക്തന്മാരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഭഗവാൻ കുടിയിരിക്കുന്നത്. പ്രേമസ്വരൂപനായിട്ടുള്ള ഭഗവാൻ മഞ്ഞ പട്ടുടയാടയൊക്കെ ഉടുത്ത് മകരകുണ്ടലങ്ങളണിഞ്ഞ് കിരീടമണിഞ്ഞ് രത്നവിഭൂഷിതമായിട്ടുള്ള കിരീടമണിഞ്ഞ് ഭഗവാനെ കൗസ്തുഭ മണി ചാർത്തി ആ മഞ്ഞപ്പട്ടിന് മുകളിൽ ശോഭിക്കുന്ന അരഞ്ഞാണത്തിൻ്റെ കാന്തി, ഇങ്ങനെയൊക്കെ ഭഗവാനെ അങ്ങനെ ഘനശ്യാമമേഘ സ്വരൂപനായിട്ടുള്ള ശ്യാമളസ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ ഹരിചന്ദനം ചാർത്തിയിട്ടുള്ള ലേപനം ചെയ്തിട്ടുള്ള കോടി മന്മഥന്മാരുടെ ലാവണ്യത്തിനൊത്ത രൂപസൗന്ദര്യത്തോടു കൂടിയ ഭഗവാനെ, അഴകോടുകൂടിയ ഭഗവാൻ തൻ്റെ ധാമത്തെ പോലും ഉപേക്ഷിച്ച് ഭഗവാൻ ആ ഭക്തഹൃദയങ്ങളിൽ കുടിയിരിക്കുവാൻ ഇവിടേതായി നൈമിഷാരണ്യത്തിലെത്തിയതായിട്ട് നമ്മളിവിടെ പറഞ്ഞു നിർത്തി. ഭഗവാന് ഈ 4 ശ്ലോകങ്ങളിലായിട്ട് വന്ന് ഭക്തഹൃദയങ്ങളിൽ കുടിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 ശ്ലോകങ്ങൾ ഇന്ന് നമ്മൾ നിർത്തുകയാണ്. 5ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.